الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب ബഹുമാനമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ കൽപ്പന നിരോധനങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കണമേ എന്നും അനുസരിക്കണമേ എന്നും ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തത്തിലായി ജീവിക്കാനും സന്തോഷത്തോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ കുടുംബത്തെയും ചേർത്ത് അല്ലാഹു പല വിഷയങ്ങളും സംസാരിക്കുന്നുണ്ട്. മനുഷ്യരോട് ഓരോരുത്തർ വ്യക്തിപരമായിട്ടും അതോടൊപ്പം കുടുംബത്തിന്റെ വിഷയവും ചേർത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പല വിഷയങ്ങളും സംസാരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നരകത്തെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞപ്പോൾ നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം എന്ന് അല്ലാഹു പറഞ്ഞപ്പോൾ അല്ലാഹു ഓരോരുത്തരെയും മാത്രമല്ല വിളിച്ചത്, മറിച്ച് അല്ലാഹു പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെയും അതിൽ നിന്ന് രക്ഷിക്കണം, നിങ്ങളുടെ കുടുംബത്തെയും അതിൽ നിന്നും രക്ഷിക്കണം. അല്ലാഹു പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു, ഹോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ അല്ലാഹുവിന്റെ അടിമകളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സംസാരിക്കുകയാണ്. അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ നിങ്ങൾ കാക്കണം, നിങ്ങൾ സംരക്ഷിക്കണം, രക്ഷിക്കണം. അള്ളാഹു പറയാണ് നമ്മളോട്,
നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളെ നിങ്ങൾ സംരക്ഷിക്കണം. വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ സംരക്ഷിക്കണം. നിങ്ങൾ സ്വന്തം രക്ഷപ്പെടുക മാത്രമല്ല, വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ രക്ഷിക്കണം. നാറ, നരകത്തിൽ നിന്നും. കുടുംബത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന മതമാണ് ഇസ്ലാം. കുടുംബ ബന്ധങ്ങൾക്ക്, സ്നേഹബന്ധങ്ങൾക്ക്, അയൽപക്ക ബന്ധങ്ങൾക്ക്, ബന്ധങ്ങളെ വളരെ കാത്തു സൂക്ഷിക്കുകയും അതിന് വളരെ വിലപ്പെട്ട പ്രതിഫലങ്ങൾ ഓഫർ ചെയ്യുകയും അതിനെ ഇല്ലാതാക്കുന്ന ആളുകൾക്ക് ശക്തമായ താക്കീത് നൽകുകയും ചെയ്ത മതമാണ് ഇസ്ലാം. അല്ലെ? ആ ബന്ധങ്ങളെ നിലനിർത്താൻ, ആ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ആളുകൾക്ക് കുടുംബ ബന്ധമാവട്ടെ, അയൽപക്ക ബന്ധമാവട്ടെ, മറ്റേത് ബന്ധമാവട്ടെ, ശിഥിലമാവാതെ അതിനെ കാത്തു സംരക്ഷിക്കുന്ന ആളുകൾക്ക് പല രൂപത്തിലുള്ള ഓഫറുകളും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നൽകി. ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകുന്ന, ബോധ്യപ്പെടുന്ന ഒരു വിഷയമാണ് ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. അത് അമുസ്ലിമായാലും ശരി, പരിധികൾ ലംഘിക്കാത്ത രൂപത്തിൽ അവരോട് പെരുമാറേണ്ട ചട്ടവട്ടങ്ങൾ പഠിപ്പിച്ചു ഇസ്ലാം. പരിധികൾ വിട്ടുകിടക്കരുത്. മാനുഷികമായ പരിഗണനകൾ നൽകിക്കൊണ്ട് അവരോടും നിങ്ങൾ എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് നരകത്തെ കുറിച്ച് അള്ളാഹു സംസാരിച്ചപ്പോൾ അള്ളാഹു കുടുംബത്തെയും ചേർത്ത് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും രക്ഷപ്പെട്ടു പോയാ പോരാ, അൻഫുസകും വഅഹ്ലീകും നാറ, നരകത്തിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ രക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തെയും രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ആ നരകത്തെ കുറിച്ച് അള്ളാഹു വിശദീകരിക്കാണ്. ആ നരകത്തെ കുറിച്ച് ഏത് നരകത്തിൽ നിന്നാണെന്ന് അറിയുമോ? നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും രക്ഷിക്കേണ്ടത്, സംരക്ഷിക്കേണ്ടത് അള്ളാഹു വിശദീകരിക്കുകയാണ്. അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ, ആ നരകത്തിൽ കല്ലുകളും മനുഷ്യരും ഇന്ധനമാക്കപ്പെടും. ആ നരകത്തിൽ കത്തിക്കുന്നത് മനുഷ്യരുടെ ശരീരങ്ങളെയും കല്ലുകളെയുമായിരിക്കും. വഖൂദുഹാ, ആ നരകത്തിന്റെ ഇന്ധനങ്ങൾ, ആ നരകം ആളിക്കത്താൻ വേണ്ടി അള്ളാഹു ഉപയോഗിക്കുന്നത് മനുഷ്യരെ, നിങ്ങളെയാണ്. വൽ ഹിജാറ, കല്ലുകളെയാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വൽ ഹിജാറ എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഹുവൽ അസ്നാ, അത് വിഗ്രഹങ്ങളാണ്, കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട വിഗ്രഹങ്ങൾ. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, ഇന്നകും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നം, നിങ്ങൾ അല്ലാഹു അല്ലാതെ നിങ്ങൾ വിളിച്ചു തേടുന്നവരെല്ലാം നരകത്തിന്റെ വിറകുകളാണ്, നരകത്തിന്റെ തീറ്റകളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട് മറ്റൊരു ആയത്തിൽ. വഖൂദുഹാ അന്നാസു വൽ ഹിജാറ, എന്നിട്ട് അല്ലാഹു പറയാണ് ഉഇദ്ദത്, ആ നരകം നിർമ്മിക്കപ്പെട്ടത് കാഫിരീങ്ങൾക്ക് വേണ്ടിയാണ്, നിഷേധികൾക്ക് വേണ്ടിയാണ്. വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, അലൈഹാ, ആ നരകത്തിലുണ്ട് മലായികത്തുൻ, മലക്കുകളുണ്ട്, ഗിലാദുൻ, പരുക്കന്മാരായ മലക്കുകൾ, ഷിദാദുൻ, ശക്തന്മാരായ മലക്കുകൾ. അല്ലാഹു ആ നരകത്തെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും രക്ഷിക്കണമെന്ന് പറഞ്ഞ നരകത്തെ അതേ ആയത്തിൽ വിശദീകരിക്കുകയാണ്. അതിന്റെ ഗൗരവം ഓരോരുത്തരും മനസ്സിലാക്കാൻ, നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ കുടുംബത്തെ ഏത് നരകത്തിൽ നിന്നാണ് നിങ്ങൾ രക്ഷിക്കേണ്ടത് എന്ന് അല്ലാഹു പറയാണ്. വഖൂദുഹാ അന്നാസു വൽ ഹിജാറതു അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്. പോരാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കുകളുടെ സ്വഭാവം കൂടി പറയാണ്. നിങ്ങൾ എന്തെങ്കിലും കാണിച്ചാൽ, നിങ്ങൾ എന്തെങ്കിലും കരഞ്ഞാൽ, നിങ്ങൾ അട്ടഹസിച്ചാൽ, നിങ്ങളുടെ അട്ടഹസമോ നിങ്ങളുടെ സങ്കടമോ കേട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യുന്നവരല്ല. ലാ യഅസൂന അല്ലാഹ,
അവർ അല്ലാഹുവിനെ ധിക്കരിക്കൂല. മാ അമറഹും, അവരോട് കൽപ്പിച്ചതിന് അവർ എതിര് പ്രവർത്തിക്കൂല. വയഫ്അലൂന, അവർ ചെയ്യുന്നതാണ് മാ യുഅ്മറൂൻ, അവരോട് എന്താണോ അല്ലാഹു കൽപ്പിച്ചത് അത് പ്രവർത്തിക്കുന്നവരാണവർ. അപ്പൊ ശക്തന്മാരായ മലക്കുകളെ കൊണ്ട് പരുക്കന്മാരായ ഒരു നിലക്കും നിങ്ങളുടെ സങ്കടമോ നിങ്ങളുടെ വ്യസനമോ കേൾക്കാത്ത, കാണാത്ത, അതിന് തെല്ലും വകവെക്കാത്ത ആ രൂപത്തിലുള്ള ശക്തന്മാരായ മലക്കുകളുള്ള, അതേപോലെ തന്നെ മനുഷ്യരെ നിങ്ങളെയും കല്ലുകളെ കൊണ്ടും ഇന്ധനമാക്കുന്ന ആ ശക്തമായ കഠിനമായ നരകത്തിൽ നിന്ന് നിങ്ങൾ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ രക്ഷിച്ചേക്കണേ എന്ന് ഖുർആൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്ന ലക്ഷ്യങ്ങളിൽ ഒന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടലാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ നരകത്തിലെ ഒരു ചെറിയ കല്ലിന്റെ കഷ്ണം ഈ ഭൂമിയിലെ വലിയ പർവ്വതങ്ങളെക്കാൾ അഅ്ളമാണ്, ഭയാനകമാണെന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൗദിഉ സൗത്തിൻ ഫിൽ ജന്ന, മൗദിഉ സൗത്തിൻ ഫിൽ ജന്ന, ഒരു ചാട്ടവാറ് വെക്കാനുള്ള ഇടമെങ്കിലും നിങ്ങൾ സ്വർഗത്തിൽ കരസ്ഥമാക്കുക എന്നുള്ളത് ഖൈറും മിനദ് ദുനിയ വമാ ഫിഹാ, ഈ ദുനിയാവും ദുനിയാവിലുള്ള സർവ്വതും നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഖൈറ് സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് വെക്കാനുള്ള ഇടമെങ്കിലും നിങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. നരകം ഭയാനകമാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹു നമ്മളോട് സ്വന്തത്തോട് അള്ളാഹു കൽപ്പിച്ചൊരു കാര്യമാണ്, നിങ്ങൾ രക്ഷപ്പെട്ടേക്കണം നരകത്തിൽ നിന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തെ ഉപേക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറഞ്ഞു. നമസ്കാരത്തെ ഉപേക്ഷിക്കുന്ന, സ്വന്തം ജീവിതത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ കുറിച്ചിട്ട് അള്ളാഹു പറഞ്ഞു, അവർ അവരുടെ രസങ്ങളിൽ മതിമറന്ന് ജീവിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹലാല് ഹറാമുകൾ വകവെക്കാതെ, അള്ളാഹുവിന്റെ കൽപ്പന നിരോധനങ്ങൾ വകവെക്കാതെ എന്താണോ മനസ്സിച്ഛിക്കുന്നത് അത് പ്രവർത്തിച്ച് ജീവിക്കുകയാണ് അവർ. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇന്നഹാ ലഇഹ്ദൽ കുബർ, ഇന്നഹാ ലഇഹ്ദൽ കുബർ, ആ നരകമുണ്ടല്ലോ അത് ഭയങ്കര ഒരു വിഷയമാണ് കേട്ടോ. ഇന്നഹാ ലഇഹ്ദൽ കുബർ, അത് ഭയാനകമായ ഒരു കാര്യമാണ്, തമാശയല്ല, തമാശയല്ല. നമ്മുടെ നാവ് കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു കളിക്കുന്നത് പോലെ തമാശയല്ല നരകം. ഒരിക്കലും താങ്ങാൻ കഴിയാത്ത, ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത, ഒരിക്കലും തന്നെ നമ്മുടെ മനസ്സ് ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത ഭയാനകമായ വേദനകളാണ് നരകം. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നരകത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. അള്ളാഹു പറയും, നരകത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അവര് കരയും. അവര് കരഞ്ഞ് അവർ അള്ളാഹുവിനോട് തണലിനെ ചോദിക്കും. അള്ളാഹുവെ, തണല് വേണം, തണല് വേണം. ഈ കത്തിച്ചൊലിക്കുന്ന തീക്കുണ്ടാരത്തിൽ നിന്ന് നമുക്കൊരു രക്ഷ വേണം, തണല് വേണം. അവിടുന്ന് പറയപ്പെടും അവരോട്, ഇൻതലിഖൂ ഇലാ ദില്ലിൻ ദീ സലാസി ശുഅബ്, ഇൻതലിഖൂ, നിങ്ങൾ പോയിക്കൊള്ളുക, ഇലാ ദില്ലിൻ, ഒരു തണലിലേക്ക്. നരകത്തിൽ നിന്ന് നരകാവകാശികൾ അള്ളാഹു പരിഹസിക്കും, അള്ളാഹു അവരെ നിന്ദിക്കും. നരകാവകാശികളോട് പറയും, ഇൻതലിഖൂ ഇലാ ദില്ലിൻ ദീ സലാസി ശുഅബ്, അതാ ആ കാണുന്ന 3 ഘട്ടങ്ങളായിട്ട് നിങ്ങൾക്ക് കാണുന്ന തണലിലേക്ക് നിങ്ങൾ പോവുക. നരകാവകാശികൾ ഓടും ആ തണലിലേക്ക്, തണല് കിട്ടാൻ, ഒരാശ്വാസം കിട്ടാൻ. ലാ ളലീലിൻ, അല്ലാഹു പറയാ, ലാ ളലീലിൻ വലാ യുഗ്നി മിനൽ ലഹബ്, അവർക്ക് അവിടെ തണല് കിട്ടൂല. വലാ യുഗ്നി മിനൽ ലഹബ്, നരകത്തിലെ കത്തിജ്വലിക്കുന്ന തീജ്വാലകളിൽ നിന്ന് അവർക്കൊരു രക്ഷയും അവിടെ ഉണ്ടാവൂല. ലാ ളലീലിൻ വലാ യുഗ്നി മിനൽ ലഹബ് ഇന്നഹാ തർമീ ബിശറരിൻ കൽ ഖസ്ർ, അത് വലിയ ചുവപ്പ് നിറമുള്ള ഒട്ടകങ്ങളുടെ വലുപ്പത്തിൽ അത് തീ തുപ്പിക്കൊണ്ടേയിരിക്കും, തീ തുപ്പിക്കൊണ്ടേയിരിക്കും ആ നരകം. തർമീ ബിശറരിൻ കൽ ഖസ്ർ കഅന്നഹാ ജിമാലത്തുൻ സുഫ്,
അത് കത്തിച്ചൊലിക്കുന്ന ആ നരകത്തിന്റെ ആ തീപ്പൊരികൾ ആകാശത്തേക്ക് മേലോട്ട് ഇങ്ങനെ ഉയരുന്ന സമയത്ത് നിങ്ങൾക്കത് വലിയ വലിയ പടുകൂറ്റൻ മലകളെ പോലെ നിങ്ങൾക്ക് തോന്നുമാറ് മനുഷ്യരെ ശക്തവും വേദന ജനകവുമാണ് ആ നരകം. ആ നരകം ഒരിക്കലും താങ്ങൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് നരകം വെളിവാക്കപ്പെട്ടു. എന്റെ മുന്നിൽ നരകത്തെ അള്ളാഹു കാണിച്ചു തന്നു. നരകത്തെ അള്ളാഹു കാണിച്ചു തന്നു. ആ നരകത്തിന്റെ തീജ്വാലകൾ ഞാൻ നിൽക്കുന്ന ഭാഗത്തേക്ക് ആഞ്ഞെടുത്തു. ഞാൻ നിൽക്കുന്ന ഭാഗത്തേക്ക് നരകത്തിന്റെ ആ കത്തിജ്വലിക്കുന്ന തീജ്വാലകൾ അത് ആഞ്ഞെടുത്തു. ഞാൻ പേടിച്ചുപോയി. ആ നരകത്തിന്റെ തീജ്വാലകൾ എന്നെയും എന്റെ സഹാബത്തിനെയും പൊതിഞ്ഞു കളയുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി. എന്നിട്ട് ഞാൻ എന്റെ റബ്ബിനോട് പറഞ്ഞു, അല്ലാഹുവേ, ഞാനുണ്ടായിരിക്കെ ഇവരെ നീ നരകത്തിന്റെ തീജ്വാലകൾ കൊണ്ട് പൊതിയുകയാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആർത്തിരമ്പി വരുന്ന ആ തീജ്വാലകളോട് തിരിച്ചു പോകാൻ പറഞ്ഞു. എന്നിട്ട് അല്ലാഹു ആ നരകത്തിന്റെ തീയിൽ നിന്നും അല്ലാഹു നമ്മളെ സംരക്ഷിച്ചു എന്ന് സഹാബാക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകത്തെ കുറിച്ച് കഥ പറഞ്ഞു കൊടുത്തു. കണ്ട കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ നരകത്തിന്റെ ഭയാനകമായ അവസ്ഥകളിൽ നിന്ന് ഉണർത്തിക്കൊണ്ടേയിരുന്നു. എന്തിനെന്നറിയുമോ? അള്ളാഹു പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിഫലം പൂർത്തിയാക്കി തരുന്നത് ഖിയാമത്ത് നാളിലാണ്. ഖിയാമത്ത് നാളിലാണ് നിങ്ങൾ ചെയ്ത അമലുകൾ, നിങ്ങൾ ചെയ്ത തിന്മകൾ, ഇതിനെല്ലാം അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നത്, നരകാവകാശികൾക്ക് നരകം നൽകുന്നത്, സ്വർഗാവകാശികൾക്ക് സ്വർഗം നൽകുന്നത് എല്ലാം അള്ളാഹു പൂർത്തിയാക്കി നൽകുന്നത് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഫമൻ സുഹ്സിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആര് ഈ കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്നും രക്ഷപ്പെടുകയും, ഫമൻ സുഹ്സിഹ അനിന്നാർ, നരകത്തിൽ നിന്നും ആര് രക്ഷപ്പെടുന്നുവോ വഉദ്ഖിലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ, ഫഖദ് ഫാസ്, അവൻ വിജയിച്ചു. അല്ലാഹു പറയാ, അവൻ വിജയിച്ചു. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ദുനിയാവ് അത് ചതിക്കുന്ന ചരക്കല്ലാതെ മറ്റൊന്നുമല്ല. ഈ ആയത്തിന്റെ അവസാനം, ചതിക്കുന്ന വഞ്ചിക്കുന്ന ചരക്കല്ലാതെ മറ്റൊന്നുമല്ല. സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിയായ കാര്യങ്ങളിൽ വിമുഖത കാണിക്കുകയും അതിനെ ഒഴിവാക്കുകയും ജീവിതം സ്വന്തം ഇച്ഛക്കനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ബൽ കദ്ദബൂ ബിസ്സാഅ, അവർ പരലോക ജീവിതത്തെ കളവാക്കിയവരാണ്. കളവാക്കാന്ന് പറഞ്ഞാൽ പരലോക ജീവിതം ഉണ്ട് എന്ന രൂപത്തിൽ ജീവിക്കാത്തവരെല്ലാം അതിനെ കളവാക്കുന്നവരാണ്. അങ്ങനെ പരലോക ജീവിതം ഉണ്ട്, അത് സത്യമാണ് എന്ന രൂപത്തിൽ ജീവിക്കാത്തവർ, ജീവിക്കുന്ന ജീവിതമാണ് ഒരു മനുഷ്യന്റെ വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നത്. ആഖിറമുണ്ട്, നരകമുണ്ട്, അവിടെ അല്ലാഹുവിന്റെ വിചാരണയുണ്ട് എന്ന ബോധ്യമുള്ള മനുഷ്യൻ, അവന്റെ വിശ്വാസം അത് അത്ര കണ്ട് ദൃഢമാണെങ്കിൽ അവന്റെ അമലുകൾ ആ രൂപത്തിലായിരിക്കും. അല്ലാഹു പറഞ്ഞു, ബൽ, മറിച്ച് കദ്ദബൂ ബിസ്സാഅ, അവർ പരലോകത്തെ കളവാക്കിയവരാണ്. ഇല്ല, അല്ലാഹുവിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമെന്നവർ വിശ്വസിക്കുന്നില്ല. യഥാർത്ഥമായ വിശ്വാസം അവർക്കില്ല. നാളെ നരകത്തിൽ തിന്മകൾ ചെയ്തവരെ നരകത്തിൽ എറിയപ്പെടുമെന്ന്, നന്മകൾ ചെയ്തവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള രസങ്ങൾ നിറഞ്ഞ സ്വർഗമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നില്ല. ബൽ കദ്ദബൂ, അവർ അവിശ്വസിച്ചു. ബിസ്സാഅ, ഖിയാമത്ത് നാളിനെ അവർ അവിശ്വസിച്ചു. വഅഅ്തദ്നാ, നാം ഒരുക്കിയിരിക്കുന്നു ലിമൻ കദ്ദബ ബിസ്സാഅതി സഈറ, കളവാക്കിയ ആളുകൾ, പരലോകത്തെ വിസ്മരിച്ച ആളുകൾ, അതിനെ നിഷേധിച്ചു തള്ളിയ ആളുകൾ, അവർക്ക് ഞാൻ ഒരുക്കിയിരിക്കുന്നു സഈറ, കത്തിച്ചൊലിക്കുന്ന തീജ്വാലയെ, നരകത്തെ നാം ഒരുക്കിയിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയാ, ഇദാ റഅത്ഹും മിൻ മകാനിൻ ബഈദിൻ, ആ നരകാവകാശികളായ ആളുകളെ ദൂരത്ത് നിന്ന് കണ്ടാൽ,
നരകാവകാശികളായ ആളുകൾ, അക്രമികളായ മുജ്രിമീങ്ങളായ ആളുകളെ ആ നരകം ദൂരത്ത് നിന്ന് കാണും. ഇദാ റഅത്തുഹും, അവരെ കണ്ടാൽ, ഈ നരകം കണ്ടാൽ, മിൻ മകാനിൻ ബഈദിൻ, ദൂരെ നിന്നവരെ കാണും. നരകത്തിലേക്ക് അടുക്കുന്ന മുജ്രിമീങ്ങളായ ആളുകളെ കണ്ടാൽ, ഇദാ റഅത്തുഹും മിൻ മകാനിൻ ബഈദിൻ സമിഉ ലഹാ തഗയ്യുദൻ വസഫീറാ. അല്ലാഹു പറയാണ്, ആ നരകം ആർത്തിരമ്പാനും ഇളകി മറയാനും തുടങ്ങും. ആ നരകാവകാശികൾക്ക് അത് കേൾക്കാം. ഇദാ റഅത്തുഹും മിൻ മകാനിൻ ബഈദിൻ സമിഉ ലഹാ തഗയ്യുദൻ വസഫീറാ. ആ നരകം പ്രശോഭിച്ചതിന്റെ തീജ്വാലകൾ കൊണ്ട് അത് ആർത്തിരമ്പാൻ തുടങ്ങും. നരകവാസികളെ കാണുമ്പോൾ, അവർ നരകത്തിലേക്ക് അടുക്കുമ്പോൾ അല്ലാഹു പറയുന്നു, അതിന്റെ ആർത്തിരമ്പൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാതുകൾ കൊണ്ട് കേൾക്കാം. ആ നരകത്തിന്റെ തീജ്വാലകൾ ഇളകി മറിയുന്നത്. ഇദാ ഉൽഖൂ മിൻഹാ മകാനൻ ദയ്യിഖാ മുഖർറനീന ദഅൂ ഹുനാലിക സുബൂറാ. ആ നരകത്തിന്റെ ഇടുങ്ങിയ ഒരു വഴിയിൽ നിങ്ങളെ എങ്ങാനും ബന്ധിച്ചു കെട്ടിയാൽ, എന്താ പറയാ, ആ നരകത്തിന്റെ ഇടുങ്ങിയ ഒരു ഭാഗത്ത് നിങ്ങളെ ബന്ധിച്ചു കഴിഞ്ഞാൽ, ദഅൂ ഹുനാലിക സുബൂറാ, എന്റെ നാശമേ എന്ന് നിങ്ങൾ വിളിക്കാൻ തുടങ്ങും. എന്താ പറയാ, എന്റെ നാശമേ എന്ന് വിളിക്കും, എന്റെ നാശമേ എന്ന് വിളിക്കും. അല്ലാഹു പറയും, ലാ തദ്ഉൽ യൗമ സുബൂറൻ വാഹിദ, നിങ്ങൾ ഒരു പ്രാവശ്യം നാശമേ എന്ന് വിളിക്കണ്ട. വദ്ഉ സുബൂറൻ കസീറ, നിങ്ങൾ ഒരുപാട് പ്രാവശ്യം നാശം എന്ന് വിളിച്ചോ, നിങ്ങൾക്കൊരു ഫലവും ചെയ്യൂല. ലാ തദ്ഉൽ യൗമ സുബൂറൻ വാഹിദൻ വദ്ഉ സുബൂറൻ കസീറ, നിങ്ങൾ ഒരുപാട് പ്രാവശ്യം നാശമേ എന്ന് വിളിച്ചത് കൊണ്ടൊന്നും ഈ നരകത്തിന്റെ വേദനയിൽ നിന്നും, ഈ നരകത്തിന്റെ തീയിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ, നിങ്ങളെ സംരക്ഷിക്കാൻ ആരും വരാൻ പോകുന്നില്ല. എന്നിട്ട് അല്ലാഹു അടുത്ത ആയത്ത് പറയാണ്, ഖുൽ, നബി അവരോട് പറ, ഖുൽ അദാലിക ഖൈറുൻ, നബിയെ ഈ കത്തിജ്വലിക്കുന്ന ഈ തീജ്വാലകളാണോ ഖൈറ്? ഈ തീജ്വാലകളാണോ ഖൈറ്? ഈ നരകമാണോ ഖൈറ്? അം ജന്നത്തുൽ ഖുൽദില്ലതി വഉഇദൽ മുത്തഖൂൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ശാശ്വതമായ സ്വർഗ്ഗമാണോ നബിയെ ഖൈറ്? നബിയെ ഖൈറ് പറഞ്ഞു കൊടുക്ക് നബിയെ, ഏതാണ് ഖൈറ് എന്ന് ജനങ്ങളോട് പറ. എന്ന് പറയാ. പ്രിയപ്പെട്ടവരെ, ഈ നരകത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടണം. നമ്മളെ രക്ഷിക്കണം. എങ്ങനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ നരകത്തിന്റെ ഭയാനകമായ അവസ്ഥകളെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അവരോട്, സഹാബാക്കളോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. രണ്ട് കാര്യങ്ങൾ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. മുഫസ്സിരീങ്ങൾ ഈ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്ന് അല്ലാഹുവിനെ അനുസരിക്കൽ. വേറൊരു രക്ഷയില്ല. അല്ലാഹുവിനെ അനുസരിക്കുക. കാരണം സ്വർഗത്തെ പറഞ്ഞപ്പോഴേക്ക് അല്ലാഹു ഇതാഅത്തിനെ പറഞ്ഞു, ഉഇദ്ദത്തുൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി മാത്രമാണ് സ്വർഗം. വേറെ ആരും ആ സ്വർഗത്തിൽ കടക്കൂല. മുത്തഖീങ്ങൾ മാത്രമേ ആ സ്വർഗത്തിലേക്ക് കടക്കുള്ളൂ. മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ അനുസരിക്കുന്നവർ. അല്ലാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഫറായിദുകളെ അനുസരിക്കുകയും ചെയ്യുകയും അല്ലാഹുവിന്റെ മഹാരിമുകളെ ഒഴിവാക്കുകയും ചെയ്യുന്നവർ. അല്ലാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളെ ചെയ്യുകയും അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ ഒഴിവാക്കുകയും ചെയ്യുന്നവർ. ഇവർക്കാണ് സ്വർഗമുള്ളത്. ജീവിതത്തിൽ അല്ലാഹു നമ്മളോട് വിലക്കിയ കാര്യങ്ങളിൽ നിന്നും നാം വിട്ടു നിൽക്കണം. നമുക്ക് സ്വർഗം ലഭ്യമാവാൻ, ഈ നരകത്തിന്റെ ഭയാനകമായ അവസ്ഥയിൽ നിന്നും നമ്മൾ രക്ഷപ്പെടാൻ, ഫമൻ സുഹ്സിഹ അനിൻ നാരി, നരകത്തിൽ നിന്നും രക്ഷപ്പെടുന്ന ആളുകൾ, വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകൾ, അവർ അല്ലാഹുവിനെ അനുസരിക്കുന്നവരാണ്. അല്ലാഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നുവോ അവർ അല്ലാഹുവിനെ അനുസരിച്ചവരാണ്. ജീവിതത്തിൽ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിക്കുക എന്നുള്ളതാണ് ആ സ്വർഗത്തിൽ എത്തിപ്പെടാൻ ഒന്നാമത്തെ നിബന്ധന. ഏത് മേഖലയായാലും ശരി അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിക്കുക.
അള്ളാഹുവിന്റെ കൽപ്പനയാണോ അതനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന ബോധം മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക. ഇതെനിക്ക് നിരോധിക്കപ്പെട്ടതാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ നിരോധിക്കപ്പെട്ട ആ കാര്യത്തെ വെടിയാൻ മനസ്സ് സന്നദ്ധമാവണം. സ്വർഗം ആഗ്രഹിക്കുന്നവർ, ഭയാനകമായ നരകത്തെ പേടിക്കുന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങളെ വെടിയണം, മഹാരിമുകളെ വെടിയണം. ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് സ്വർഗത്തിലേക്ക് കടക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നീ എന്താണ് അതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്? ഖിയാമത്ത് നാൾ എപ്പോഴാണ് നബിയെ? അല്ലാഹുവിന്റെ റസൂലിന്റെ തിരിച്ചുള്ള ചോദ്യം, നബിയെ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നീ എന്താണ് അതിനു വേണ്ടി ആ ഖിയാമത്ത് നാൾ സംഭവിക്കാനിരിക്കുമ്പോൾ നീ എന്താണ് ഒരുക്കി വെച്ചത് അതിന്? ആ മനുഷ്യൻ മറുപടി പറഞ്ഞു, അന ഉഹിബ്ബുല്ലാഹ വ റസൂല, ഞാൻ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും സ്നേഹിക്കുന്നുണ്ട് നബിയെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻത മഅ മൻ അഹ്ബബ്ത, നീ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെയായിരിക്കും നാളെ. ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതിഉ, ആരെ ഇഷ്ടപ്പെടുന്നുവോ അവരെ അനുസരിക്കുന്നതാണ്. ഹദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ഒരു മനുഷ്യൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നവന്റെ ഹൃദയത്തിൽ നിന്ന് അവൻ പറയുന്നുണ്ട് എങ്കിൽ അവർ രണ്ടുപേരെയും അനുസരിക്കുന്നു എന്നവനാണ് അവൻ പറയുന്നത്. അനുസരിക്കുന്നു, ഞാൻ എന്റെ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിക്കാൻ തയ്യാറാണ് എന്നാണ് അവൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നാളെ ആഖിറത്തിൽ ഭയാനകമായ നരകത്തെ സംവിധാനിച്ചത് അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്കാണ്. അതിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ وعلى آله وأصحابه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, രണ്ടാമതും അള്ളാഹുവിന്റെ കൽപ്പനാ നിരോധനങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കണമേ എന്നും അനുസരിക്കണമേ എന്നും എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ രണ്ടാമതായി പഠിപ്പിച്ച വിഷയം അത് അള്ളാഹുവിനോടുള്ള ദുആ. അള്ളാഹുവിനോട് നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ, നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ ദുആയിൽ എപ്പം ദുആ ചെയ്താലും അള്ളാഹുവിനോട് നരകത്തിൽ നിന്നും കാവലിനെ ചോദിക്കുക. വളരെ പ്രധാനപ്പെട്ട ദുആയുടെ സമയങ്ങളിലെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിൽ നിന്നുള്ള കാവലിനെ ചോദിച്ചു. നമസ്കാരത്തിൽ അവസാനം അത്തഹിയാത്ത് കഴിഞ്ഞു, സ്വലാത്ത് കഴിഞ്ഞിട്ടുള്ള ദുആ, അള്ളാഹു ദുആ സ്വീകരിക്കുന്ന ഒരു സമയമാണ്. ആരെങ്കിലും ആ സമയത്ത് ദുആ ചെയ്താൽ അള്ളാഹു അവന്റെ ദുആ സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടുന്നതിന്റെ തൊട്ട് മുമ്പ് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. 4 വളരെ പ്രധാനപ്പെട്ട ഷർറുകളിൽ നിന്നും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാവൽ ചോദിച്ചു. 4 പ്രധാനപ്പെട്ട ഷർറ്. ഒന്ന് അദാബുൽ ഖബ്റാണ്, ഖബറിന്റെ അദാബിൽ നിന്നും അല്ലാഹുവേ നീ എന്നെ സംരക്ഷിക്കണേ, അത് ഭയാനകമാണ്. രണ്ടാമത്തത് അദാബുൻ നാർ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്നുമേ അല്ലാഹ് നീ എന്നെ സംരക്ഷിക്കണേ. മറ്റൊന്ന് ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്, മരണത്തിലും ജീവിതത്തിലുമുള്ള ഫിത്നകളിൽ നിന്നും അല്ലാഹുവേ നീ എന്നെ സംരക്ഷിക്കണേ. വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്ന അത് ഭയങ്കരമായ ഫിത്നയാണ്, അതിൽ നിന്നും അല്ലാഹുവേ നീ നമ്മളെ രക്ഷിക്കണേ. ദജ്ജാൽ വന്നു കഴിഞ്ഞാൽ ആ ദജ്ജാലുള്ള കാലഘട്ടത്തിൽ ജീവിക്കുക എന്നുള്ളത്
ഭയാനകമായ ഫിത്നയാണ്. അതിൽ നിന്നും അല്ലാഹുവേ നീ നമ്മളെ സംരക്ഷിക്കണേ. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും അല്ലാഹുവിനോട് 3 തവണ സ്വർഗ്ഗത്തെ ചോദിച്ചാൽ, 3 തവണ ആരെങ്കിലും അല്ലാഹുവിനോട് സ്വർഗ്ഗത്തെ ചോദിച്ചാൽ, സ്വർഗ്ഗം അല്ലാഹുവിനോട് പറയും, അല്ലാഹുവേ ഇവനെ നീ എന്നിലേക്ക് ചേർക്കണേ. സ്വർഗ്ഗം അല്ലാഹുവിനോട് പറയും, ഇവനെ നീ എന്നിലേക്ക് ചേർക്കണേ. 3 തവണ ആരെങ്കിലും നരകത്തിൽ നിന്നും കാവലിന് ചോദിച്ചാൽ നരകം പറയും, അല്ലാഹുവേ ഇവനെ നീ എന്നിൽ നിന്നും ഒഴിവാക്കണേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനൻ നാർ. പഠിച്ചു നോക്കണം നമ്മൾ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുവേ ഞാൻ നിന്നോട് സ്വർഗ്ഗം ചോദിക്കുന്നു. വ അഊദു ബിക മിനൻ നാർ, നരകത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സച്ചരിതരായ അടിമകളെ കുറിച്ച് പറഞ്ഞു, അല്ലാഹുവിന്റെ ഇബാദുർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിന്റെ അടിമകൾ, നല്ല അടിമകൾ, അല്ലാഹുവിന് ഇഷ്ടമുള്ള അടിമകൾ, അല്ലാഹുവിന്റെ ദാസന്മാർ. അവരുടെ ഒരുപാട് സ്വഭാവ ഗുണങ്ങളെ പറ്റി അല്ലാഹു അവിടെ സംസാരിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫുർഖാനിലെ അവസാന ഭാഗം ഇബാദുർ റഹ്മാൻ, ഇബാദുർ റഹ്മാൻ എന്ന് തുടങ്ങുന്ന ആയത്തിൽ അല്ലാഹുവിന്റെ സത്യസന്ധരായ സച്ചരിതരായ ദാസന്മാരെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു പറഞ്ഞു, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. വല്ലദീന, അവരൂട്ടം ആളുകളാണ്, യബീതൂന ലിറബ്ബിഹിം, തന്റെ റബ്ബിന് വേണ്ടി അവർ രാത്രി കഴിച്ചുകൂട്ടും. രാത്രി കഴിച്ചുകൂട്ടും. യബീതൂന ലിറബ്ബിഹിം, അവരുടെ റബ്ബിന് വേണ്ടി അവർ രാത്രി കഴിച്ചുകൂട്ടും. എന്തിനാ? സുജ്ജദൻ, സുജൂദിലായിക്കൊണ്ടവർ കഴിച്ചുകൂട്ടും. സുജൂദിലായിക്കൊണ്ടവർ കഴിച്ചുകൂട്ടും. വഖിയാമ, ഖിയാമിലായിക്കൊണ്ടവർ കഴിച്ചുകൂട്ടും. നമസ്കാരത്തിലായിക്കൊണ്ടവർ കഴിച്ചുകൂട്ടും. അല്ലാഹുവിന്റെ സച്ചരിതരായ അടിമകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞെടുത്ത് അല്ലാഹു പറയാണ്, രാത്രികളിൽ അവർ എനിക്ക് വേണ്ടി സുജൂദ് ചെയ്യുന്നവരായിരിക്കും. നമ്മളോ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിന്റെ രാത്രികൾ, ഇരുട്ട് മൂടിക്കഴിഞ്ഞാൽ സംഭവിക്കുന്ന പേക്കൂത്തുകളും പൈശാചികമായ അവസ്ഥകളും നമുക്കറിയാം. അല്ലാഹുവിനെ ധിക്കരിക്കാൻ വേണ്ടി മാത്രം രാത്രി ഇരുണ്ടാവുന്നു, അല്ലെ? അല്ലാഹുവിനെ ധിക്കരിക്കാൻ വേണ്ടി മാത്രം രാത്രി ഇരുട്ടാകുന്നു. സൂര്യൻ അസ്തമിക്കുന്നത് തന്നെ ഉടമസ്ഥനായ അല്ലാഹുവിനെ ധിക്കരിക്കാൻ മനുഷ്യന് തുടങ്ങാൻ, മനുഷ്യന് തോന്നിവാസങ്ങൾ ചെയ്യാനുള്ള അവസ്ഥയായിക്കൊണ്ട്, അവസരമായിക്കൊണ്ട്, സമയമായിക്കൊണ്ട് രാത്രിയെ നാം ഇന്ന് കാണുകയാണ്. മനുഷ്യരുടെ കണ്ണിൽ നിന്നും മറഞ്ഞ് അവരവരുടെ റൂമുകളിലും അവരവരുടെ വീടുകളിലും അവരവരുടെ ക്ലബുകളിലും അവരവരുടെ ലോകത്ത് തിന്മയിൽ ആറാടിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ. അവിടെയാണെന്ന് പറഞ്ഞത് സച്ചരിതരായ അല്ലാഹുവിന്റെ അടിമകൾ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന അടിമകൾ, മനോഹരമായ സ്വർഗം ഞാൻ നൽകുമെന്ന് അല്ലാഹു പറഞ്ഞ അടിമകൾ, തീജ്വാലകൾ നിറഞ്ഞ നരകത്തിൽ നിന്നും ഞാൻ അവരെ രക്ഷിക്കുമെന്ന് അല്ലാഹു പറഞ്ഞ അടിമകൾ. യബീതൂന, അവർ രാത്രി കഴിച്ചു കൂട്ടുന്നവരാണ്. ഇതിനാ രാത്രിയെ പറഞ്ഞത്? അതെ, രാത്രിയുടെ ഇരുട്ടുകൾ പിശാചിന്റെ ലോകമാണ്, പിശാചിന്റെ സമയമാണ്. മനുഷ്യൻ തിന്മകളെ കുറിച്ച് ചിന്തിക്കുന്ന സമയം. ആരോരുമില്ലാതെ ജനങ്ങൾക്കിടയിൽ നിന്നും മാറി പകൽ വെളിച്ചത്തെ ആളുകൾ കാണുമെന്ന് ഭയപ്പെട്ടവർ അവരെ രാത്രിയാവാൻ കാത്തിരിക്കുകയാണ്, തോന്നിവാസങ്ങൾ ചെയ്യാൻ, അല്ലേ? തോന്നിവാസങ്ങൾ ചെയ്യാൻ. അല്ലാഹു പറയാ, യബീതൂന, അവരെ രാത്രി കഴിച്ചു കൂട്ടും. ലിറബ്ബിഹിം, അവരുടെ റബ്ബിന് വേണ്ടിയിട്ട് സുജ്ജദൻ, സുജൂദിലായിട്ട്. നമ്മൾ ആലോചിക്കും നമ്മളെ കുറിച്ച് ഈ ആയത്തിൽ അല്ലാഹു പറഞ്ഞ സുജൂദിലായിട്ട് രാത്രി കഴിച്ചു കൂട്ടുന്നവർ ആരാണ് പ്രിയപ്പെട്ടവര്? ആരാണ്? 12 മണിയാവും ഉറങ്ങാൻ, 1 മണിയാവും ഉറങ്ങാൻ മക്കൾ, മുതിർന്നവർ, ആരും അതിൽ നിന്ന് ഒഴിവല്ല. വീട്ടിലിരിക്കുന്ന സ്ത്രീകളടക്കം. എന്തിലാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇശാ നമസ്കാരത്തിന് ശേഷമുള്ള ദുനിയവിയായ സംസാരം കറാഹത്താക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ നമസ്കാരത്തിന് ശേഷമുള്ള ദുനിയവിയായ സംസാരം കറാഹത്താണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഈ കറാഹത്ത് നിത്യമായിട്ട് ഒരാൾ ചെയ്യുകയാണ് എങ്കിൽ
അത് തഹ്രീമിലേക്ക് എത്തും, ഹറാമിലേക്ക് എത്തും. കറാഹത്തിന്റെ അവസ്ഥ അതാണ്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ അത് നിത്യമായി ചെയ്താൽ അത് ഹറാമിലേക്ക് എത്തും. അതാണ് കറാഹത്ത്. കറാഹത്തല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കേണ്ടതല്ല. കറാഹത്ത് ഒരു പ്രാവശ്യം ഒരാൾ ചെയ്യാണ്, അല്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും അയാൾ ചെയ്യാണ്, അപ്പോഴാണ് അതിന്റെ ഹുക്മ കറാഹത്ത്. നിത്യമായിട്ട് അയാൾ ആ കറാഹത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഹുക്മ കറാഹത്തല്ല, അയാളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഹുക്മ ഹറാമാണ്. ഇശാ നമസ്കാരത്തിന് ശേഷമുള്ള അനാവശ്യമായ ദുനിയവിയായ സംസാരം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചു. എന്തിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറഞ്ഞു, ഇശാ നമസ്കാരത്തിന് ശേഷമുള്ള ഭൗതികമായ ചർച്ചയും ഉറക്ക് കഴിച്ചിട്ടുള്ള അവരുടെ ചെലവഴിക്കലും അവരുടെ സുബഹ നമസ്കാരത്തെ ബാധിക്കും എന്നതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് രാത്രിയിലുള്ള ഈ സംസാരത്തെ നിരോധിച്ചത് എന്ന് ആലോചിക്കും. സുബഹസ്കരിക്കാൻ പള്ളിയിൽ എത്ര ആളാ സഫിൽ എത്ര ആളാ? അതേ സമയത്ത് സുബഹ നിസ്കാരിക്കുന്ന ഇഖാമത്ത് കൊടുക്കുന്ന സമയത്ത് എല്ലാരും വീട്ടിലുണ്ട്. രാത്രി ഒരുപാട് താമസിച്ചു പോയി, അതുകൊണ്ട് എണീക്കാൻ പറ്റിയില്ല. ഒരു ദിവസമല്ല, സംഭവിക്കാം, മനുഷ്യനാണ്. എല്ലാ ദിവസവും അല്ലാഹു പറയുന്നു, യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ, അവർ ഖിയാമിൽ നിസ്കാരത്തിൽ സുജൂദിലായിട്ട് രാത്രി കഴിച്ചു കൂട്ടും. എന്നിട്ട് അല്ലാഹു പറയാ, والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. എന്നിട്ട് പാതിരാത്രി എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ച് സുജൂദിലായി കഴിച്ചു കൂട്ടിയിട്ട് ആ അടിമകള് ദുആ ചെയ്യുന്നതാണ് എന്താ പറയാ, ആ അടിമകള് ദുആ ചെയ്യും, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, ഏ റബ്ബേ നരകത്തിന്റെ ശിക്ഷയിൽ നിന്നും നീ എന്നെ മാറ്റണേ അല്ലാഹ്. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, നമ്മളിൽ നിന്നും നരകത്തിന്റെ ശിക്ഷ നീ ഒഴിവാക്കി തരണേ അല്ലാഹ്. ഇന്ന അദാബഹാ കാന ഗറാമ, ആ നരകത്തിലെ ശിക്ഷ അത് വിട്ടൊഴിയാത്തൊരു ബാധയാണല്ലാഹ്. അത് ബാധിച്ചു കഴിഞ്ഞാൽ, അത് വന്നു കഴിഞ്ഞാൽ, ആ നരകത്തിലേക്ക് അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടൊഴിയാത്ത ബാധയാണ്. അതുകൊണ്ട് അല്ലാഹുവേ ആ നരകത്തിൽ നിന്നും നമ്മളെ നീ സംരക്ഷിച്ചേക്കണേ. ആര് ദുആ ചെയ്യും? അല്ലാഹുവിന്റെ നല്ല അടിമകൾ. നമ്മൾ ആ നരകത്തിലേക്ക് പോവാനുള്ള പണിയെടുത്തോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആ നരകത്തിൽ എത്താനുള്ള പണിയെടുത്തോണ്ടിരിക്കുക. എന്നിട്ട് അവര് പറയും, ഇന്നഹാ സാഅത്ത് മുസ്തഖറ വ മുഖാമ, ഏ അല്ലാഹ് അത് വളരെ മോശമായ സ്ഥലമാണ്, മോശമായ വാസസ്ഥലമാണ്, അതിൽ നിന്നും നീ എന്നെ രക്ഷിക്കണേ അല്ലാഹ് എന്ന് രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ് ഇബാദുർ റഹ്മാൻ, അല്ലാഹുവിന്റെ നല്ല അടിമകൾ. അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിക്കുമ്പോൾ ജന്നത്തുൽ ഫിർദൗസ് തന്നെ ചോദിക്കണം. അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ഒരിക്കലും കുറഞ്ഞു ചോദിക്കരുത്. അള്ളാഹ് സ്വർഗത്തിൽ എവിടെയെങ്കിലും എനിക്കിടമില്ല. അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ അഅ്ലാ ജന്നാത്തുൽ ഫിർദൗസ് അത് തന്നെ നിങ്ങൾ ചോദിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ സ്വർഗത്തിൽ നമുക്കെത്തണം. ഇന്നലിൽ മുത്തഖീന മഫാസ حدائق وأعنابا وكواعب أترابا وكأسا دحاقا. അല്ലാഹു സ്വർഗത്തെ മനോഹരമായി നമുക്ക് മുമ്പിൽ വിവരിച്ചു. അതിലെ തോട്ടങ്ങളെ, അതിലെ അരുവികളെ, അതിലെ സ്ത്രീകളെ, ആ സ്ത്രീകളുടെ ശരീരത്തെ പോലും സ്വർഗത്തെ കൊതിച്ച് അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുന്ന അടിമകൾക്ക് മുമ്പിൽ അല്ലാഹു വിവരിച്ചു തന്നു. ആ നരകത്തിന്റെ ഭയാനകമായ അവസ്ഥയെയും അല്ലാഹു നമുക്ക് മുമ്പിൽ വിവരിച്ചു തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നരകത്തെ പേടിക്കാനും അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ തിട്ടപ്പെടുത്താനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും നമ്മിൽ നിന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് ആ മരണം നമ്മളെ കൈക്കൊമ്പിൽ ഒതുക്കുക എന്ന് നമുക്കറിയില്ല.
എപ്പോഴാണ് ആ മരണം നമ്മിലേക്ക് വന്നു ചേരുക എന്ന് നമുക്കറിയില്ല. വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹീനൻ മിൻ അദ്ദഹരി. എത്ര രോഗികളാണ് ഒരു അസുഖവുമില്ലാതെ, എത്ര രോഗികളാണ് കാലങ്ങളോളം അവരുടെ രോഗവുമായിട്ട് അവരുടെ ബെഡുകളിൽ, അവരുടെ റൂമുകളിൽ കഴിച്ചുകൂട്ടുന്നത്. എത്ര ആരോഗ്യമുള്ളവരാണ് ഒരു പ്രയാസവും ഇല്ലാതെ. ആരോഗ്യം, അവർക്ക് നല്ല ആരോഗ്യം, എല്ലാ ആരോഗ്യം അവർക്കുണ്ട്, ഒരു പ്രയാസം അവർക്കില്ല, ഒരു ബുദ്ധിമുട്ട് അവർക്കില്ല, ഒരു തലവേദന അവർക്കില്ല, അവർക്ക് പറയാൻ ഒരു കാലവേദനയില്ല, ഒരു ജലദോഷമില്ല, ഒന്നുമില്ല. അവർ പൂർണ്ണ ആരോഗ്യവാനാണ്. അവർക്ക് എന്നെ തോന്നുകയാണ് ഞാനിപ്പോഴൊന്നും മരിക്കൂല, എനിക്ക് പ്രഷർ ഇല്ല, എനിക്ക് ഷുഗർ ഇല്ല, എനിക്ക് കൊളസ്ട്രോൾ ഇല്ല, എനിക്ക് അതില്ല, എനിക്ക് ഇതില്ല, എനിക്ക് ആരോഗ്യപരമായി യാതൊരു പ്രശ്നമില്ല, ഞാൻ എല്ലാ ചെക്കപ്പും കഴിഞ്ഞിട്ട് വരികയാണ്, ഡോക്ടർ ഒക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവനാണ് പിന്നെ പിറ്റേ ദിവസം അവന്റെ മെയ്യത്തിന്റെ വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. മരണമതാണ്. എപ്പോഴാണ് മരിക്കുക എന്ന് നമുക്കറിയില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാവരും മരിക്കും. അത് റോഡ് സൈഡിലാവാം, അത് വാഹനാപകടത്തിലാവാം, അത് ഇരുന്ന ഇരിപ്പിലാവാം, അത് ബെഡ്റൂമിൽ തന്റെ ഭാര്യയുമൊത്ത് കിടന്നവൻ നാളെ ഭാര്യ തട്ടി വിളിക്കുമ്പോൾ ഉണരാത്ത അവസ്ഥയിലാവാം. പ്രിയപ്പെട്ടവരെ, ആ മരണത്തെ കാത്തിരിക്കുക. അതിനു മുമ്പ് നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് ചെയ്തു തീർക്കാൻ. ആ നരകത്തിൽ നിന്നും രക്ഷപ്പെടാനും ആ സ്വർഗത്തിൽ എത്തിപ്പെടാനുമുള്ള പണി നമ്മൾ ഇപ്പോഴേ എടുത്ത് തുടങ്ങണം. അതിനെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ, കുറ്റങ്ങൾ അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു പുറത്തു തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുടെ കടങ്ങൾ അള്ളാഹു വീട്ടി കൊടുക്കട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗം അള്ളാഹു ശിഫ കൊടുക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.